പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ സമാധാനത്തിന്റെ അവസാന പ്രതീക്ഷകളും അസ്തമിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയോട് ഇറാൻ സ്വീകരിച്ച നിലപാട് വൈറ്റ് ഹൌസിനെ അങ്ങേയറ്റം പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. ഇറാന്റെ മറുപടിയെ വിഡ്ഢിത്തമെന്നും വെറും ചപ്പുചവറുകളെന്നും വിശേഷിപ്പിച്ചുകൊണ്ട് ട്രംപ് നടത്തിയ രൂക്ഷ വിമർശനം നയതന്ത്ര ബന്ധങ്ങൾ എത്രത്തോളം വഷളായെന്ന് അടിവരയിടുന്നു. ഒരു കാലത്ത് വലിയ പ്രതീക്ഷയോടെ നോക്കിക്കണ്ടിരുന്ന വെടിനിർത്തൽ കരാർ ഇപ്പോൾ ലൈഫ് സപ്പോർട്ടിലാണെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. കരാർ ഏത് നിമിഷവും പൂർണ്ണമായും തകർന്നേക്കാമെന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ മേഖലയിലെ സംഘർഷം ഒരു വലിയ യുദ്ധത്തിലേക്ക് വഴിമാറുമോ എന്ന ഭീതിയിലാണ് ലോകം. അമേരിക്കയുടെ കർശനമായ വ്യവസ്ഥകൾക്ക് വഴങ്ങാൻ ഇറാൻ തയ്യാറല്ലെന്ന് വ്യക്തമാക്കിയതോടെ സമാധാന ചർച്ചകൾ വഴിമുട്ടിയിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും സുപ്രധാനമായ എണ്ണക്കടത്ത് പാതയായ ഹോർമുസ് കടലിടുക്കിൽ നിന്നുള്ള പുതിയ ദൃശ്യങ്ങൾ ഇറാന്റെ നിശ്ചയദാർഢ്യമാണ് വെളിപ്പെടുത്തുന്നത്. ആഗോള എണ്ണ വിതരണത്തിന്റെ സിംഹഭാഗവും കടന്നു പോകുന്ന ഈ ഓയിൽ ഗേറ്റിന്റെ നിയന്ത്രണം ഇപ്പോഴും ഇറാന്റെ കൈകളിൽ തന്നെയാണെന്ന് പുതിയ വീഡിയോകൾ തെളിയിക്കുന്നു. അമേരിക്കയുടെ ഭീഷണികൾക്കിടയിലും തങ്ങളുടെ തന്ത്രപ്രധാനമായ ആധിപത്യം വിട്ടുനൽകാൻ ഇറാൻ തയ്യാറല്ല. കടലിടുക്കിലൂടെയുള്ള കപ്പലുകളുടെ നീക്കം നിരീക്ഷിക്കുന്ന ഇറാന്റെ അത്യാധുനിക മുങ്ങിക്കപ്പലുകളുടെയും ഡ്രോണുകളുടെയും സാന്നിധ്യം അമേരിക്കൻ നാവികസേനയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇവിടെ ആരാണ് നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് കണ്ടു നോക്കൂ എന്ന തരത്തിലുള്ള നാടകീയമായ വീഡിയോകൾ പുറത്തുവിട്ടുകൊണ്ട് ഇറാൻ തങ്ങളുടെ കരുത്ത് പ്രദർശിപ്പിക്കുകയാണ്. ഇത് വെറും ഒരു സൈനിക നീക്കമല്ല, മറിച്ച് അമേരിക്കയ്ക്കുള്ള ശക്തമായ ഒരു രാഷ്ട്രീയ സന്ദേശം കൂടിയാണ്. ഇനി എല്ലാവരുടെയും കണ്ണുകൾ ചൈനയിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ബെയ്ജിംഗിൽ നടന്ന ട്രംപ് ഷീ ജിൻപിങ് കൂടിക്കാഴ്ച പശ്ചിമേഷ്യയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും. ഇറാന്റെ മേൽ ചൈനയ്ക്കുള്ള സ്വാധീനം ഉപയോഗിച്ച് ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം അവസാനിപ്പിക്കാനാണ് ട്രംപ് ലക്ഷ്യമിടുന്നത്. ഇതൊരു അവസാനവട്ട ശ്രമമായിട്ടാണ് നയതന്ത്ര വിദഗ്ധർ കാണുന്നത്. ചൈനയുമായുള്ള വ്യാപാര തർക്കങ്ങൾ നിലനിൽക്കുമ്പോഴും ഇറാൻ വിഷയത്തിൽ ചൈനയുടെ സഹായം തേടാൻ ട്രംപ് നിർബന്ധിതനായിരിക്കുകയാണ്. ഇറാന്റെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താവ് എന്ന നിലയിൽ ചൈനയ്ക്ക് ടെഹ്റാനിൽ വലിയ സ്വാധീനമുണ്ട്. എന്നാൽ ഈ സ്വാധീനം അമേരിക്കയ്ക്ക് അനുകൂലമായി ചൈന ഉപയോഗിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്ന പ്രധാന കാര്യം. ഹോർമുസ് കടലിടുക്കിലെ സംഘർഷം നീണ്ടുപോകുന്നത് ആഗോള എണ്ണ വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. എണ്ണവില കുതിച്ചുയരുന്നത് വികസ്വര രാജ്യങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കും. അമേരിക്കൻ ഉപഭോക്താക്കൾക്കും ഇത് വലിയ തിരിച്ചടിയാകും. ഇന്ധനവില കൂടുന്നത് ട്രംപിന്റെ ആഭ്യന്തര രാഷ്ട്രീയ പ്രതിച്ഛായയും ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇറാൻ തങ്ങളുടെ മുങ്ങിക്കപ്പലുകൾ വിന്യസിച്ചത് അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളെ ലക്ഷ്യം വെച്ചാണ്. കടലിനടിയിലെ ഈ അദൃശ്യ ഭീഷണി നേരിടുക എന്നത് അമേരിക്കൻ നാവികസേനയ്ക്ക് അത്യന്തം ദുഷ്കരമാണ്. ഏത് നിമിഷവും ഒരു ആക്രമണം ഉണ്ടാകാമെന്ന ഭീതി നിലനിൽക്കുന്നതിനാൽ നാവിക റൂട്ടുകളിൽ കപ്പൽ ഗതാഗതം സങ്കീർണമായിരിക്കുന്നു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള ചർച്ചകളിൽ ട്രംപിന് എത്രത്തോളം വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുമെന്നത് നിർണായകമാണ്. ഇറാനെ പിന്തിരിപ്പിക്കാൻ ചൈന സഹായിക്കണമെങ്കിൽ പകരമായി അമേരിക്കയുടെ ചില വ്യാപാര നിയന്ത്രണങ്ങൾ അയവ് വരുത്താൻ ചൈന ആവശ്യപ്പെട്ടേക്കാം. ഒരു വലിയ ബാർഗെയിനിങ് ആയിരിക്കും ബെയ്ജിംഗിൽ നടക്കാൻ പോകുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് ട്രംപിന്റെ ക്ഷമ നശിക്കുകയാണ്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് അമേരിക്ക ഒരു ആക്രമണം ആസൂത്രണം ചെയ്യുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ പെന്റഗൺ നിഷേധിക്കുന്നില്ല. എന്നാൽ ഒരു യുദ്ധമുണ്ടായാൽ അത് മേഖലയെ മുഴുവൻ ചുട്ടുചാമ്പലാക്കുമെന്ന് ട്രംപിനറിയാം. നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെടുമ്പോൾ സൈനിക നടപടികൾ മാത്രമാണ് ഏക പോംവഴിയെന്ന് ഒരു വിഭാഗം അമേരിക്കൻ ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നു. എന്നാൽ ഇറാൻ ഒരു സാധാരണ രാജ്യമല്ലെന്നും അവർക്ക് റഷ്യയുടെയും ചൈനയുടെയും പിന്തുണയുണ്ടെന്നും ഓർക്കേണ്ടതുണ്ട്. ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിന് തന്നെ വഴിമരുന്നിട്ടേക്കാം. ബെയ്ജിംഗിലെ ചർച്ചകൾ പരാജയപ്പെട്ടാൽ ട്രംപ് ഭരണകൂടം ഇറാന് മേൽ കൂടുതൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയേക്കാം. എന്നാൽ നിലവിൽ തന്നെ കടുത്ത ഉപരോധങ്ങൾ നേരിടുന്ന ഇറാൻ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്ന് കണ്ടറിയണം. ഉപരോധങ്ങൾ കൂടുന്തോറും ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങൾ വർദ്ധിപ്പിക്കാനാണ് ഇറാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇറാന്റെ വീഡിയോ സന്ദേശങ്ങൾ ആഗോളതലത്തിൽ വലിയ ചർച്ചയാകുന്നുണ്ട്. അമേരിക്കൻ മേധാവിത്വത്തെ ചോദ്യം ചെയ്യാൻ തങ്ങൾക്ക് കരുത്തുണ്ടെന്ന് ഓരോ വീഡിയോയിലൂടെയും അവർ തെളിയിക്കുന്നു. ഹോർമുസിലെ ഓരോ തരംഗവും ഇപ്പോൾ രാഷ്ട്രീയത്തിന്റെ വലിയ തിരമാലകളായാണ് മാറിയിരിക്കുന്നത്. സമാധാന കരാർ തകർച്ചയുടെ വക്കിലെത്തിയത് അന്താരാഷ്ട്ര എണ്ണ കമ്പനികളെയും ആശങ്കയിലായിത്തീട്ടുണ്ട്. തങ്ങളുടെ കപ്പലുകൾ സുരക്ഷിതമായി കടന്നു പോകുമോ എന്ന കാര്യത്തിൽ അവർക്ക് ഉറപ്പില്ല.
ഇൻഷുറൻസ് നിരക്കുകൾ കുതിച്ചുയരുന്നതും കപ്പൽ കമ്പനികൾക്ക് വലിയ ഭാരമാകുന്നു. ചൈനയുടെ നിലപാട് പശ്ചിമേഷ്യയിൽ ഒരു പുതിയ അധികാര കേന്ദ്രം രൂപപ്പെടുന്നതിന്റെ സൂചനയാണ്. അമേരിക്ക ഒഴിവാക്കി ചൈനയും ഇറാനും തമ്മിലുള്ള ബന്ധം ദൃഢമായാൽ അത് വാഷിംഗ്ടണിന് വലിയൊരു രാഷ്ട്രീയ തിരിച്ചടിയാകും. പശ്ചിമേഷ്യയിലെ മധ്യസ്ഥനായി ചൈന മാറുന്നത് അമേരിക്കയുടെ ആഗോള പദവിയെ ബാധിക്കും. ട്രംപിന്റെ സന്ദർശന വേളയിൽ ബെയ്ജിംഗിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. ലോക സമാധാനത്തിന് ഭീഷണി ഉയർത്തുന്ന തീരുമാനങ്ങൾ ട്രംപ് എടുക്കരുതെന്ന് വിവിധ മനുഷ്യാവകാശ സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തന്റെ അമേരിക്കൻ ഫസ്റ്റ് നയത്തിൽ നിന്ന് മാറാൻ ട്രംപ് തയ്യാറല്ല. ഹോർമസിലെ നിഗൂഢമായ ആ നീക്കങ്ങൾ ലോക സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയെയാണ് ബാധിക്കുന്നത്. ഇറാൻ അവിടെ 1 കിലോമീറ്റർ പോലും പിന്മാറാൻ തയ്യാറാകാത്തത് അമേരിക്കൻ സൈന്യത്തെ സമ്മർദ്ദത്തിലാക്കുന്നു. കടൽ മാർഗമുള്ള ഈ വടംവലി എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. ട്രംപിന്റെ ചൈനീസ് സന്ദർശനം ഒരുപക്ഷെ ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള അവസാന നയതന്ത്ര മാർഗമായിരിക്കും. ഇത് പരാജയപ്പെട്ടാൽ പശ്ചിമേഷ്യയിൽ വീണ്ടും വെടിമുഴങ്ങുമെന്ന് ഉറപ്പാണ്. ലോകം മുഴുവൻ ഇപ്പോൾ ബെയ്ജിംഗിലെ ചർച്ചാ മുറികളിലേക്ക് ഉറ്റുനോക്കുകയാണ്. ട്രംപിന്റെ കടുത്ത വാക്കുകളും ഇറാന്റെ ഹോർമുസിലെ ആധിപത്യവും തമ്മിലുള്ള പോരാട്ടം ഒരു നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുന്നു. സമാധാനം എന്ന വാക്ക് ഇപ്പോൾ അർത്ഥശൂന്യമായി മാറിയിരിക്കുന്നു. വരാനിരിക്കുന്ന ദിവസങ്ങൾ ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ദിവസങ്ങളായിരിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം.